ചേച്ചി, ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തും പിന്തുണ നൽകുന്ന ഒരു വിഭാഗമാണ് ഈ സാംസ്കാരിക നായകര്. നമുക്കറിയാം, UDF-നോ കോൺഗ്രസിനോ അനുകൂലമായി സംസാരിക്കുന്ന ഈ പറയുന്ന സാംസ്കാരിക നായകന്മാർ സിനിമാ രംഗത്തുള്ളവർക്ക് വളരെ കുറവാണ്. അതുപോലെ തന്നെ എല്ലാ സമയത്തും ഇടതുപക്ഷത്തെ വിമർശിക്കാൻ പോലും മറന്നു നിൽക്കുന്ന ഒരു വിഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം, ഇടതുപക്ഷം ചെയ്യുന്നത് എല്ലാം ശരിയെന്ന രീതിയിൽ വ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ എല്ലാം ശരിയെന്ന രീതിയിൽ പറയുന്ന ഒരു വിഭാഗമായിരുന്നു. അതിന്റെ വേറൊരു കാര്യം ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. അതായത് പുരോഗമന പ്രസ്ഥാനം, സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ഇതെല്ലാം ഈ ഇടതുപക്ഷക്കാരുടെ ഒരു കുത്തകയാണ്. അപ്പോ നമ്മൾ ഇനി അവരെ എതിർത്താൽ നമ്മൾ ബുദ്ധിയില്ലാത്തവരായിപ്പോ. ബുദ്ധിജീവി എന്നൊരു പേര് കിട്ടണമെങ്കിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കണം എന്നുള്ള ഒരു ഇത് പണ്ട് മുതലേ ഉള്ളത് കൊണ്ടാണ് അവരാരും ഒന്നും എതിർക്കാത്തത്. അവരാരും ഒന്നും എതിർക്കുന്നില്ല. എപ്പോഴും ഇടതുപക്ഷത്തെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമായിരുന്നു. എന്നാൽ പിണറായി വിജയനായി പാർട്ടി ചുരുങ്ങിയപ്പോ അതിൽ നിന്ന് വലിയ മാറ്റം വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും വിമർശിച്ച സാംസ്കാരിക നായകരുണ്ട്. സച്ചിദാനന്ദൻ അടക്കം CPM-ന് എതിരെ പറയാൻ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ എതിരെ പറയാൻ തുടങ്ങി. അപ്പൊ അത്തരത്തിലൊക്കെ വലിയ രീതിയിൽ CPM-ന് തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ പ്രേംകുമാർ അടക്കമുള്ളവർ അവരാരും കോൺഗ്രസിലേക്ക്, പ്രേംകുമാറിന്റെ കാര്യം പ്രേംകുമാർ പറഞ്ഞിട്ടില്ല കോൺഗ്രസിലേക്ക് വരുമെന്ന്. പക്ഷെ KPCC-യുടെ ഒരു സാംസ്കാരിക പരിപാടിക്ക് പ്രേംകുമാർ എന്ന് പങ്കെടുക്കുന്നുണ്ട്. ഞാൻ കോൺഗ്രസിലേക്കില്ല, മത്സര രംഗത്തേക്കില്ല എന്നൊക്കെയാണ് പ്രേംകുമാർ പറയുന്നത്. പക്ഷെ ഇവരെയൊക്കെ ഒപ്പം കൂട്ടാൻ കഴിഞ്ഞാൽ ഇപ്പൊ അവരെയൊക്കെ അവർ CPM-നെതിരെ ഒരു ശബ്ദം ഉയരുന്നുണ്ടെങ്കിൽ പോലും അത് CPM-ന് കിട്ടിയ തിരിച്ചടിയാണ്. പ്രേംകുമാറിനെ പോലുള്ളവരെ ഒപ്പം കൂട്ടാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ വിജയമല്ലേ? അതെ. ഇപ്പൊ ഇത് പറഞ്ഞപ്പോ ഞാൻ നേരത്തെ വിനയന്റെ സംവിധായകൻ വിനയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടായിരുന്നു. അത് ഞാൻ വായിക്കാം. നടൻ പ്രേംകുമാർ പറഞ്ഞതിൽ സത്യവും വസ്തുതയുമുണ്ട്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന നിലയിൽ വമ്പന്മാരൊക്കെ ചെയ്തതിലും ഭംഗിയായി അതിന്റെ ഭരണം നടത്തുകയും വിവാദങ്ങൾക്കൊന്നും ഇടം കൊടുക്കാതെ ചിട്ടയോടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുകയും ചെയ്ത പ്രേംകുമാറിനോട് ഒരു വാക്ക് പോലും പറയാതെ ഒഴിവാക്കിയത് ശുദ്ധ നെറുകേടായിരുന്നു എന്ന് അന്നു തന്നെ ഞാൻ പറഞ്ഞിരുന്നു. തൂമ്പാ പണിക്ക് വരുന്ന കൂലിപ്പണിക്കാരനോട് പോലും നാളെ മുതൽ നീ വരണ്ട എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ ഒഴിവാക്കാറുള്ളത്. അല്ലെങ്കിൽ പിറ്റേ ദിവസം കിളയ്ക്കാൻ വരുമ്പോൾ പറയാതെ വേറൊരുത്തനെ വെച്ചെന്ന് കണ്ടാൽ അവൻ വഴക്കുണ്ടാക്കും. പക്ഷെ പ്രേംകുമാറിന് കൂടെ ജോലി ചെയ്ത സഹപ്രവർത്തകരോട് യാത്ര ചോദിക്കാൻ പോലും അവസരം നൽകാതെ കറിവേപ്പില എടുത്ത് പുറത്തിടുന്ന പോലെ ഒഴിവാക്കിക്കൊണ്ട് മാധ്യമങ്ങളുടെ പുതിയ ആളെ നിയമിച്ച വാർത്ത കൊടുക്കുകയാണ് സാംസ്കാരിക വകുപ്പ് ചെയ്തത്. ഞാനൊരു സാധാരണ കലാകാരനല്ലേ വിനയേട്ടാ, നമുക്ക് വലിയ പേരും പത്രാസും ഒന്നും ഇല്ലല്ലോ, പക്ഷെ അപമാനിക്കാൻ മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് അന്ന് പ്രേംകുമാർ പറഞ്ഞത്. ഇതിലെല്ലാം ഉണ്ട്. ഇതിഹാസങ്ങളെയും കോട്ടിട്ട പൗരപ്രമുഖരെയും മാത്രമല്ല, കഴിവുള്ള കലാകാരന്മാർക്കും സാധാരണക്കാർക്കും അവരർഹിക്കുന്ന വില കൊടുക്കണം. അതാണ് ജനാധിപത്യം. മറിച്ച് ചെയ്യുന്നതിനാണ് സ്വജനപക്ഷപാതം എന്ന് പറയുന്നത്. മലയാള സിനിമാ സംഘടനകൾ ഒന്നും ഒരു വാക്ക് കൊണ്ടുപോലും അന്ന് നടൻ പ്രേംകുമാറിനെ സപ്പോർട്ട് ചെയ്തില്ല എന്ന കാര്യവും ഇവിടെ ഓർത്തു. അന്ന് ഇത് കഴിഞ്ഞ കാര്യമാണ്. ഈ ഒരു സംഭവം ഇപ്പോൾ വിനയൻ ഇത് ഓർത്ത് പറയുകയാണ്. കാരണം ഇപ്പോൾ കൂട്ടമായിട്ട് ഈ സൈബർ കമ്മികൾ വന്ന് പ്രേംകുമാറിനെ തെറി വിളിക്കുന്നുണ്ട്. കാരണം മമ്മൂട്ടിയെ പോലത്തെ നടനാണല്ലോ എന്ന് പറഞ്ഞാൽ അത് കമ്പയർ ചെയ്ത് ഓരോരുത്തർക്കും ഓരോ കാലിബർ ഉണ്ട്. എല്ലാവർക്കും മമ്മൂട്ടിയാകാൻ കഴിയുമോ? എല്ലാവർക്കും മോഹൻലാലാൻ കഴിയുമോ? ഇല്ല. അപ്പോ ഈ പേര് പറഞ്ഞ് സൈബർ സഖാക്കന്മാർ ഇങ്ങനെ പ്രേംകുമാറിനെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിലേക്ക് പോകണോ ഞാൻ കുറച്ച് പോസ്റ്റുകൾ നോക്കി, അതിലെ കമന്റുകൾ നോക്കി, വളരെ മോശമായ രീതിയിലാണ് പറയുന്നത്. പ്രേംകുമാർ എന്താണ് എന്ന് ഇവർക്ക് അറിയാമോ? യഥാർത്ഥത്തിൽ അദ്ദേഹം ആ സ്ഥാനത്തിരുന്നപ്പോൾ അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്ന് ഈ കമന്റ് ഇടുന്നവർക്ക് അറിയാമോ? അദ്ദേഹത്തെ എങ്ങനെയാണ് ഈ സർക്കാർ കൈകാര്യം ചെയ്തത് എന്ന് ഇവർക്ക് അറിയാമോ? അറിയില്ല. വെറുതെ വന്നങ്ങ് തെറി വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അപ്പൂപ്പന്മാരൊക്കെ കോൺഗ്രസ്സുകാരായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഇടയിലും വന്നിരുന്നു എന്തൊക്കെ മോശം വാക്കുകളാണ് ഇവർ പറയുന്നതെന്ന് അറിയാമോ? എന്ത് തെറ്റ് ചെയ്തു? കോൺഗ്രസിന്റെ KPCC-യുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞതാണോ ഈ ലോകത്തെ ഏറ്റവും വലിയ തെറ്റ്? അല്ല, അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു പ്രേംകുമാർ പല വിഷയങ്ങളിലും സർക്കാരിനെതിരെ, ആശാവർക്കർമാർ സമരം ചെയ്തപ്പോ ആ സർക്കാരിനെതിരെ പറയുകയും ആശമാർക്കൊപ്പം നിൽക്കുകയും ചെയ്തു. ചേച്ചി, ഇപ്പൊ ഏത് പാർട്ടിയിൽ വിശ്വസിച്ചാലും നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ടല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ സർക്കാരിനെതിരെ പറയുന്നവരെ ആരെയും പാർട്ടിയിൽ നിലനിർത്തില്ല എന്ന നിലപാടാണോ സർക്കാരിൻ്റെത്? അല്ല, എന്നിട്ട് ഇവർ കേന്ദ്രത്തെ നോക്കി പല്ലിളിച്ച് കാണിക്കും. കേന്ദ്രത്തിനെതിരെ പറയുന്നവർക്ക് ഇവിടെ ജീവിക്കാൻ അനുവാദമില്ല, മാധ്യമ സ്വാതന്ത്ര്യമില്ല, അഭിപ്രായ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ BJP-യും CPM-ഉം ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണെന്നാണ് പല വിഷയങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിന്റെ കാര്യം വന്നപ്പോൾ ഇവരെടുത്ത നിലപാടുകൾ അതുപോലെ തന്നെയല്ലേ BJP-ക്കെതിരെ നരവനയുടെ പുസ്തകത്തിനെതിരെ BJP എടുക്കുന്ന നിലപാടും. അതൊക്കെ അപ്പൊ ഇത് രണ്ടും രണ്ട് തലത്തിലുള്ളതാണ് എങ്കിൽ പോലും
രണ്ട് പാർട്ടിയുടെയും ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അതായത് വിമർശനങ്ങളെ അവർക്ക് സഹിക്കാൻ കഴിയില്ല, വിമർശിക്കുന്നവരെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ഈ രണ്ട് വിഭാഗത്തിന്റെയും പോളിസി. എന്ന് വെച്ചാൽ ഒരുതരം അടിമത്വമാണ്, അല്ലെങ്കിൽ ഭയപ്പെടുത്തി CPM അകത്ത് നിർത്തിയിരിക്കുകയാണ് ഇവരെല്ലാം. ഇവർക്ക് ആർക്കും ഒന്നും പറയാൻ അവർക്ക് കഴിയില്ല. ആവശ്യം ഏറാൻ മൊഴികളെ മാത്രമാണ്. എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ട് ഈ പറയുന്ന എല്ലാവരും ഭയം കൊണ്ടാണ് അതിൽ നിൽക്കുന്നത് എന്ന രീതിയിൽ പോലും പറയുന്നുണ്ട്. ഇപ്പൊ CR മഹേഷ് ഒക്കെ MLA പറയുന്നുണ്ട്. കാര്യം ഇന്ന് KPCCയുടെ സാംസ്കാരിക പരിപാടിയുടെ ചുമതല CR മഹേഷിനാണ്. അപ്പൊ CR മഹേഷിനോട് ചോദിക്കുന്നുണ്ട്, പ്രേംകുമാറിനെ വിളിച്ചിരുന്നോ, നേരത്തെ വിളിച്ചോ സ്ഥാനാർത്ഥി? പറഞ്ഞു, ഞങ്ങൾ ഒരു ഓഫറും വെച്ചിട്ടില്ല. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്നത് ജനാധിപത്യ പാർട്ടിയാണ്, അവിടെ സ്വാതന്ത്ര്യമുണ്ട്, വരുന്ന ആരെയും ഞങ്ങൾ അടിമകളാക്കി വെക്കില്ല. അപ്പൊ അതിനു മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നല്ലോ, വെറും രാഷ്ട്രീയക്കാരായിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി വരിക, മറ്റു മേഖലയിലുള്ളവരെ കൂടി പരിഗണിക്കും. അപ്പൊ ഇന്ന് CR മഹേഷിനോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോഴും പറയുന്നുണ്ട്, ജനാധിപത്യം പൂർണ്ണമാകണമെങ്കിൽ രാഷ്ട്രീയക്കാർ മാത്രം മത്സരിച്ചാൽ ജനാധിപത്യം പൂർണ്ണമാകില്ല, ജനാധിപത്യം പൂർണ്ണമാകണമെങ്കിൽ ഇത്തരത്തിലുള്ളവരെ കൂടി പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരായി CPMന്റെ പാളയത്തിൽ നിന്ന് വരികയാണ്. CPM ഇറക്കി വിടുന്നതാണ് എന്ന് അവര് പറയുമ്പോഴും CPMന്റെ പാളയത്തിൽ നിന്ന് പാർട്ടിക്കാരാവട്ടെ, സാംസ്കാരിക നായരാവട്ടെ, ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പാർട്ടിയായി CPM മാറി. ഇറക്കി വിടുന്നവര് എന്ന് പറയണ്ട, കാരണം CPMനെ കൊണ്ട് പൊറുതിമുട്ടി ഇറങ്ങി ഓടുന്നവരെന്നും കൂടെ ചേർത്ത് പറയാം. അല്ല, പക്ഷെ CPM പറയുന്നത്, ആരെങ്കിലും ഒരാൾ പാർട്ടി വിട്ടാൽ ചേച്ചി ശ്രദ്ധിച്ചാൽ മതി, അവരെന്താ പറയുന്നത്, ഞങ്ങൾ പുറത്താക്കാൻ ഇരുന്നതാണ്, ഞങ്ങൾ പുറത്താക്കിയതാണ് എന്നാണ്. അപ്പൊ ഏത് കാര്യത്തിലും പ്രേംകുമാറിന്റെ വിഷയത്തിലായാൽ പോലും പ്രേംകുമാർ ഇനി പാർട്ടി മാറിയാൽ ഇത് ഇവരെ സംബന്ധിക്കുന്ന കാര്യമല്ല. എന്നിട്ട് പോലും ഇവർ വളരെ അസ്വസ്ഥരാണ്. ഇനി KPCCയുടെ പ്രോഗ്രാമിന് വന്നു, അടുത്ത മെമ്പർഷിപ്പ് എടുക്കോ, പക്ഷെ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്ന കാര്യത്തെ പറ്റി, മെമ്പർഷിപ്പ് എടുക്കുന്ന പറ്റി അതെന്തോ ആട്ടെ, അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ? അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാനും അവർക്കൊപ്പം പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം പ്രേംകുമാറിനില്ലേ? അതാരും നിഷേധിച്ചിട്ടില്ലല്ലോ ഇവിടെ. പിന്നെ അതിനെന്തിനാണ് ഇവർ ഇത്ര ഹാലടങ്ങുന്നത്? അല്ല, സൈബർ സഖാക്കൾക്ക് അത് അംഗീകരിക്കാനില്ല. മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു പോസ്റ്റ് ഞാൻ കണ്ടു, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. യുവതികളെ ആവശ്യമുണ്ട്. നടൻ പ്രേംകുമാറിനെതിരെ സ്ത്രീ പീഡന പരാതി കൊടുക്കാൻ സെലിബ്രിറ്റികളോ അവരുടെ സുഹൃത്തുക്കളോ ആയ സ്ത്രീകളെ ആവശ്യമുണ്ട്. വിവാഹിതർക്ക് മുൻഗണന. പരാതി കൊടുത്ത അടുത്ത നിമിഷം തന്നെ അതിജീവിത പട്ടം ലഭിക്കുന്നതാണ്. ഡോക്ടർ മോട്ടയും വായിക്കാൻ വയ്യ, യുവതികളെ ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും, ഡോക്ടർ സാറിനും ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതൊക്കെയാണല്ലോ ഇപ്പൊ ഇവിടെ നടക്കുന്നത്. കാര്യം അതിജീവിതമാർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? CPMനും CPMന്റെ അതിജീവിതമാർക്കും ഒക്കെ എന്താണ് ഇപ്പൊ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുണ്ടല്ലോ. അതിജീവിതമാർക്കാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടുന്ന ആളുകൾ. പരിഗണനയൊക്കെ കിട്ടണമെങ്കിൽ ഒരു അതിജീവിതയായാൽ മതി എന്നുള്ള രീതിയിലേക്ക് ഈ പാർട്ടി മാറിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്താണ് ഈ പോസ്റ്റ് പോലും പറയുന്നത് എന്താണ്, ഇനി അടുത്ത പ്രേംകുമാറിനെതിരെയും പരാതികൾ വരാം എന്നുള്ള രീതിയിലാണ്. അതല്ല, കഴിഞ്ഞ ദിവസം മറ്റേ ഡോക്ടർ ആശ ആച്ചി ജോസഫിന്റെ അതിനെതിരെ ഒരു നടപടി എടുത്തില്ലല്ലോ എന്നുള്ള വാർത്തയ്ക്ക് താഴെ വന്നൊരു കമന്റാണ്. അവർ ആ പരാതിയുടെ കൂടെ വെറുതെ എങ്കിലും രാഹുൽ എന്ന് എഴുതി വെച്ചിരുന്നാൽ മതിയായിരുന്നു, സഡൻ ആയിട്ട് തന്നെ ആ പരാതി പരിഗണിക്കുമായിരുന്നു, അവസാനം നടപടികളിലേക്ക് കടക്കുമ്പോൾ അയ്യോ രാഹുൽ തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന്. നല്ലൊരു സൊല്യൂഷൻ ആയിരുന്നു.